നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മേലിൽ ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹമാണ് നമ്മിലുള്ളത് മുഴുവനും. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിലുള്ള സർവ്വ നിഅമത്തുകളും നമ്മുടെ പവർ കൊണ്ട് കിട്ടിയതല്ല, നാം സമ്പാദിച്ചതല്ല. എല്ലാ അനുഗ്രഹങ്ങളും രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ആരോഗ്യമായാലും സമ്പത്തായാലും ഏത് കർമ്മങ്ങൾക്കുള്ള ഭാഗ്യം നൽകിയതായാലും എല്ലാം സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നമുക്ക് യാതൊരു പവറുമില്ല, റബ്ബ് തന്നതാണ്. ആ അനുഗ്രഹങ്ങളെ നിങ്ങളിങ്ങനെ പറയണം, എപ്പോഴും അനുഗ്രഹം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം പറയണം. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങളെ മേലിൽ ചെയ്ത അനുഗ്രഹം നിങ്ങൾ സ്മരിക്കണം, ഓർക്കണം, പറയണം. അപ്പോ ഏത് വിഷയത്തിലും നാം അൽഹംദുലില്ലാഹ് ഓട് ചോദിക്കാണ്, എന്താ നിങ്ങളെ അവസ്ഥ, എന്താ വർത്താനം എന്നൊരാൾ ചോദിച്ചാൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയാം. ഇത് നമ്മളൊക്കെ ചില ആളുകളോട് ചോദിക്കുക, എന്താ വർത്താനാ ചേരെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ പോണു ഉസ്താദേ, ഇങ്ങനെ പോണ് എന്നല്ലാതെ അല്ലാഹു തആലാന്റെ സ്മരണ വരുന്നില്ല. മൊത്തം ആക്ഷേപിക്കുകയല്ല. നമ്മൾ എന്താ വർത്തമാനം എന്ന് ചോദിക്കുമ്പോ നാം ഉടനെ പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ പറയണം. ഈ ഹംദുല്ലാഹ് എന്നത്, അൽഹംദുലില്ലാഹ് എന്നത് ചില്ലറ വിഷയമല്ല. ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ. എപ്പോഴും അൽഹംദുലില്ലാഹ് പറയൽ, എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കൽ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ നീങ്ങാതിരിക്കാനുള്ള കാരണമാണ് എന്ന് സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. അപ്പൊ നമുക്ക് ഒരു നഷ്ടമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇനി ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അൽഹംദുലില്ലാഹ്. കാരണം മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഈ പ്രയാസം ഒരു പ്രയാസമല്ല. നമുക്കുള്ളതായ പ്രയാസം ഒരു പ്രയാസമല്ല. ആ നിലയിൽ എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരേണ്ട ഒരു ദിക്ർ അൽഹംദുലില്ലാഹ്. മിനിങ്ങളെ ഈ സ്വഭാവമാവണം നമുക്ക് വേണ്ടത്. കാരണം അതാ അങ്ങാടിയിൽ പോകാൻ കഴിയുന്നു, പള്ളിയിൽ പോകാൻ കഴിയുന്നു, ജുമുഅയിൽ പങ്കെടുക്കാൻ കഴിയുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു, അതുപോലെ നാട്ടിലെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നു, അതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, വെള്ളം കുടിക്കാൻ കഴിയുന്നു, നടക്കാൻ കഴിയുന്നു, ഉറങ്ങാൻ കഴിയുന്നു, വിസർജിക്കാൻ കഴിയുന്നു. ഇങ്ങനെ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല 24
24 മണിക്കൂറുകളും അതാ റഹ്മത്ത് കൊണ്ട് നമ്മെ പൊതിയുന്നു. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെ. പക്ഷേ അങ്ങനെയൊക്കെ ആയാലും അല്ലാഹുവിനെ പറയാൻ സാധിക്കുന്ന മനസ്സ് ചില ആളുകൾക്ക് ഇല്ലാതെയാകുന്നു. ഇത് നാം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ എന്താ വർത്തമാനമെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ പറയുക, അല്ലാഹുവിന്റെ അനുഗ്രഹം ഓർക്കുക, അല്ലാഹുവിന്റെ അനുഗ്രഹം ചിന്തിക്കുക.